മതപരമായ തീർത്ഥാടനത്തിൻ്റെ മറവിൽ പാകിസ്ഥാൻകാരായിട്ടുള്ള നിരവധി ആളുകൾ സൗദി അറേബ്യയിൽ വന്ന് ഭിക്ഷയെടുക്കുകയാണ് എന്ന് ഇപ്പോൾ ആവലാതി പറഞ്ഞിരിക്കുന്നത് സൗദി ഭരണാധികാരി തന്നെയാണ്. MBSനെ ഉദ്ധരിച്ച് തന്നെയാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനകം തന്നെ സൗദി അറേബ്യ ഔദ്യോഗികമായിട്ട് തന്നെ ഇസ്ലാമാബാദിനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇത്തരം പ്രവണതകൾ ആവർത്തിക്കാൻ പാടില്ല എന്നും ഇത് നിയന്ത്രണ അതീതമായിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം കാര്യങ്ങളെന്ന്. ഉംറ ചെയ്യാനും ഹജ്ജ് ചെയ്യാനും വേണ്ടി വരുന്ന പാകിസ്ഥാനികൾ എന്നാൽ ഇതല്ല അവർ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് എന്ന് സൗദി ആവർത്തിക്കുന്നു. അവരിവിടെ വരുന്നത് തീർത്ഥാടനത്തിന് വേണ്ടി മാത്രമല്ല, അവർ ഭിക്ഷയെടുക്കാനും അതുവഴി പണം സമ്പാദിക്കാനും വേണ്ടി മാത്രമാണ് വരുന്നതെന്നും ഇത്തരം പ്രവണതകൾ വെച്ചുപൊറിപ്പിക്കാനാവില്ലെന്നും ഇത്തരക്കാരെ ഇങ്ങോട്ട് കയറ്റി വിടേണ്ടതെന്നും ഇതും ഇനിയും കേട്ടില്ല എങ്കിൽ ഇതുപോലെ തന്നെ ആവർത്തിക്കുകയാണെങ്കിൽ പാകിസ്ഥാനികളായിട്ടുള്ള ആളുകൾക്ക് ഉംറ ചെയ്യാനും ഹജ്ജ് ചെയ്യാനും നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് സൗദി ഭരണകൂടം തന്നെ. നിലവിൽ തന്നെ ചില അറബ് രാജ്യങ്ങളിൽ പാകിസ്ഥാനികളെ ജോലിക്ക് പോലും വെക്കാറില്ല. അവർക്ക് അവിടെ ചെല്ലാൻ ഏക മാർഗം ഈ ഹജ്ജും ഉംറയുടെയും പേര് പറഞ്ഞുകൊണ്ടാണ്. മത തീർത്ഥാടനത്തിൻ്റെ പേരിലാണ് പാകിസ്ഥാനിൽ നിന്ന് അങ്ങോട്ടേക്ക് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ആവശ്യം പറഞ്ഞുകൊണ്ട് പോകുന്നത് ആ കാലാവധിക്കുള്ളിൽ തന്നെ അവർ മത തീർത്ഥാടനമല്ല യഥാർത്ഥത്തിൽ അവിടെ നടത്തുന്നത്, പകരം അവിടെ പിച്ചയെടുക്കുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കുക, 1947 ഒരേപോലെ സ്വാതന്ത്ര്യം കിട്ടിയ രണ്ട് രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും. ഇന്ത്യ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാൻ ഏതവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. പാകിസ്ഥാനിലുള്ള ആളുകൾ ജീവിക്കാൻ മറ്റ് മാർഗമില്ലാതെ അവർ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഈ തീർത്ഥാടനം പോലും ചെയ്യുന്നത്. പക്ഷേ അതുപോലുമല്ല അവർക്ക് മുഖ്യ വിഷയമാവുന്നത്. അവിടെ എങ്ങനെയും എത്തിപ്പെടുക, എന്നിട്ട് മെക്കയും മദീനയും അടക്കമുള്ള ചുറ്റുവട്ടങ്ങളിൽ പോയി ഭിക്ഷയെടുക്കുക, അങ്ങനെ പണം സമ്പാദിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവിടെ പോകുന്നത്. എങ്ങനെ പാകിസ്ഥാൻ ഈ അവസ്ഥയിലെത്തി എന്ന് നോക്കണം. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ചിന്തിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും വസ്ത്രത്തിലും എടുപ്പിലും നോട്ടത്തിലും എല്ലാം മതം 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 ഇത് മാത്രം പറഞ്ഞ് നടന്നൊടുവിൽ ഏത് അവസ്ഥയിലെത്തി നിൽക്കുന്നു ആ രാജ്യം എന്ന് ഓർക്കുക. ഒരു കിലോ ആട്ടയ്ക്ക് പോലും ഇന്ത്യക്ക് മുന്നിൽ അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ്റെ മുന്നിൽ കൈനീട്ടേണ്ട ഒരവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് ആ രാജ്യം ഇപ്പോഴും. പക്ഷേ അവിടെ നിന്ന് വരുന്ന വാർത്തകൾ ആശ്വാസകരമല്ല. മതനിന്ദയുടെ പേരിൽ, പ്രവാചക നിന്ദയുടെ പേരിൽ അന്യമതസ്ഥരെ തല്ലിക്കൊല്ലുന്ന വാർത്തകൾ അനുദിനം പാകിസ്ഥാനിൽ നിന്ന് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മറു സൈഡിൽ നോക്കുക, ജീവിക്കാൻ വേണ്ടി മറ്റൊരു മുസ്ലിം രാജ്യത്ത് തീർത്ഥാടനത്തിൻ്റെ മറവിൽ പോകുന്നു. അതിനുശേഷം തീർത്ഥാടനമല്ല അവിടെ നടത്തുന്നത്, അവിടെ പോയി ഭിക്ഷയെടുക്കുന്നു. അത് സഹിക്കാൻ പറ്റാതെ ആ രാജ്യം തന്നെ ഇസ്ലാമാബാദിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ ആളുകളെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി കയറ്റിവിടരുത്. മത തീർത്ഥാടനത്തിന് വരികയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് തന്നെ സ്ഥലം വിട്ടേക്കുക. പകരം ആ തീർത്ഥാടനത്തിൻ്റെ മറവിൽ വന്നിട്ട് ഭിക്ഷയെടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഞങ്ങൾക്കും അപമാനകരമാണ്, നിങ്ങൾക്കും അപമാനകരമാണ്. ആ ഒരു പ്രവണത അല്ലെങ്കിൽ ആ പ്രവൃത്തി നിങ്ങൾ എത്രയും വേഗം നിർത്തിയില്ല എങ്കിൽ പാകിസ്ഥാനികൾക്ക് ഉംറ ചെയ്യാനും ഹജ്ജ് ചെയ്യാനുമുള്ള വിസയ്ക്കും മറ്റുമൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനെ പറ്റി ചിന്തിക്കേണ്ടി വരും എന്ന് സൗദി അറേബ്യയ്ക്ക് തന്നെ പറയേണ്ടി വരുമ്പോൾ ഓർക്കൂ, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യ എന്ന രാജ്യവും അതേപോലെ തന്നെ മെക്കയും മദീനയുമൊക്കെ അവർക്ക് അങ്ങേയറ്റം പവിത്രമായിട്ടുള്ള സ്ഥലങ്ങളാണ്. അവിടെ പോയി ഹജ്ജ് ചെയ്യുക, ഉംറ ചെയ്യുക എന്നതൊക്കെയാണ് അവരുടെ ജീവിത അഭിലാഷങ്ങൾ തന്നെ. ആളുകൾ ജീവിക്കുന്നത് പോലും അതിനുവേണ്ടി ആയിരിക്കുമ്പോൾ ഇവിടെ പക്ഷേ അത് രണ്ടാം സ്ഥാനത്തേക്ക് പോവുകയാണ്. പാകിസ്ഥാനികൾ ഉംറയ്ക്ക് പോകുന്നതും ഹജ്ജിന് പോകുന്നതും പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നറിയുമ്പോൾ ആ രാജ്യത്തിൻ്റെ അവസ്ഥയെപ്പറ്റി ഇനി കൂടുതൽ ഒന്നും പറയേണ്ട കാര്യമേ ഇല്ലല്ലോ.